അതേസമയം സോളാർ തട്ടിപ്പ് കേസിൽ ടെനി ജോപ്പന് ആശ്വാസമാണ്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മല്ലേലിൽ ശ്രീധരൻ നായർ നൽകിയ കേസിലെ മൂന്നാം പ്രതിയായിരുന്നു ടെനി ജോപ്പൻ. കഴിഞ്ഞ 13 വർഷക്കാലമായി ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദനയ്ക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂലമായ വിധി ഉണ്ടായിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ചർച്ച ചെയ്യപ്പെടുകയായിരുന്നു. തീർച്ചയായും കാര്യം അദ്ദേഹം ബഹറിൽ പോയതിൻ്റെ സമയത്താണല്ലോ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, ചെല്ലാൻ പറയുന്നു, ഞാൻ ചെല്ലുന്നു. ADP ഹേമേന്ദ്രൻ എൻ്റെ ചെവിക്കടുത്ത് അടിക്കുന്നു. ആകപ്പാടെ 11 മണിക്ക് 4 മണിക്ക് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അരമണിക്കൂറാണ് എന്നെ ചോദ്യം ചെയ്തത്. എന്നെ ചെവിക്കടുത്ത് അടിച്ചതാണ് ഹേമേന്ദ്രൻ നായർ. ഇനി മനസ്സിലാകുന്നത് എന്തിനാണുള്ളത്. ഞാൻ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം ഒന്നും പറയാൻ ഇറങ്ങിയൊരു പോക്കും പോയി. എന്നിട്ടാണ് പത്രക്കാട് പറയുന്നത് ജോപ്പനെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത്. അത്രയും ഒരു നികൃഷ്ടമായ കാര്യമാണ് ഹേമേന്ദ്രൻ ചെയ്തത്. രാഗിനാണ് വിവരങ്ങൾ അയച്ചത്. രാഗിൻ, ടെനി ജോപ്പൻ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്റ്റാഫിൽ, അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫിൽ PA പദവിയിലടക്കം ഉണ്ടായിരുന്ന ആളാണ്. പിന്നീടാണ് ഈ കേസിൻ്റെ ഭാഗമായി പ്രതികരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഹൈക്കോടതി സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ കുറ്റമുക്തനാക്കുന്നത്. ദീർഘകാലത്തൊരു വലിയ നിയമ പോരാട്ടവും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജോപ്പൻ നടത്തിയിട്ടുമുണ്ടല്ലോ. രതീഷ്, സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്ന് നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നായിരുന്നു ടെനി ജോപ്പൻ ഉൾപ്പെട്ട കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട നടപടികളിലാണ് ഇപ്പോൾ ടെനി ജോപ്പൻ ഈ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയത്. ആ കേസിലാണ് ഇപ്പോൾ ടെനി ജോപ്പനെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്നു ടെനി ജോപ്പൻ. അന്ന് ഈ രാഷ്ട്രീയ വിവാദം, സോളാർ വിവാദം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ടെനി ജോപ്പന്റെ അറസ്റ്റ് വലിയ ചർച്ചയായിരുന്നു. അതോടൊപ്പം തന്നെ അന്നത്തെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അടക്കം ആരോപണങ്ങളൊക്കെ ഉയരുന്ന ഘട്ടം ഉണ്ടായിരുന്നു. അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുകയാണ് ഈ അറസ്റ്റ് ഉണ്ടാവുകയും തുടർ നടപടികളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നത്. അതിൽ മല്ലേലി ശ്രീധരൻ നായർ നൽകിയ പരാതിയിലായിരുന്നു ടെനി ജോപ്പന്റെ അറസ്റ്റ് ഉണ്ടായത്. അതായത് ഈ സരിതയുമായി ചേർന്നുകൊണ്ട് സോളാർ പാനൽ പദ്ധതി സ്ഥാപിക്കാൻ വേണ്ടി പണം തട്ടി എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, അന്ന് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലേക്ക് അടക്കം വിളിച്ചു വരുത്തി ടെനി ജോപ്പനും സരിതയും ചേർന്ന് ഇത്തരത്തിൽ ഇടപാട് ഉറപ്പിച്ചു. ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയതിന്റെ പേരിലാണ് സരിതയ്ക്ക് പണം കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിക്കാരൻ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ കേസ്, തനിക്കെതിരെയുള്ള കേസ് ഒഴിവാക്കണം, റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടെനി ഹൈക്കോടതിയിൽ എത്തി. അങ്ങനെ ജോപ്പൻ ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചപ്പോൾ മല്ലേലി ശ്രീധരൻ നായർ അതിന് മറുപടിയായി നൽകിയത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, തനിക്കെതിരെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്നതാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഇതിൽ മെറിറ്റിൽ വാദം കേൾക്കണമെന്നൊരു ആവശ്യമടക്കം ടെനി ജോപ്പൻ മുന്നോട്ട് വെച്ചിരുന്നു. തന്നെ ഇതിൽ മനഃപൂർവ്വം ബന്ധിപ്പിച്ചതാണ്, തന്നെ കുടുക്കിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ. എന്തായാലും ഇതിൽ കോടതിക്ക് പുറത്ത് ഇത്തരത്തിലൊരു കാര്യങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരാതിക്കാരൻ തന്നെ പറഞ്ഞ കൂടിയ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആ കേസിൽ നിന്ന് ടെനി ജോപ്പനെ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൽ ഒന്നാം പ്രതി സരിത നായരാണ്, രണ്ടാം പ്രതി ബിജു രാധാകൃഷ്ണനാണ്, ഇതിൽ മൂന്നാം പ്രതിയാണ് ടെനി ജോപ്പൻ. ആ ടെനി ജോപ്പനെ ഇപ്പോൾ കേസിൽ നിന്ന് ഒഴിവാക്കാം എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ടെനി ജോപ്പനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ദീർഘകാലത്തെ നിയമ നടപടിക്രമങ്ങളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് സോളാർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന ടെനി ജോപ്പൻ ഇപ്പോൾ ആശ്വാസം ഉണ്ടാകുന്നത്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.